കോട്ടയത്ത് മുഖ്യമന്ത്രി ഇന്ന് എത്തിയിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കോടി പ്രതിഷേധം നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തി അദ്ദേഹം മടങ്ങുമ്പോഴായിരുന്നു പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഇന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം, സർക്കാരിനെതിരായ പ്രതിഷേധം കാഴ്ചവെച്ചത്. മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി അപകടം നടന്ന സ്ഥലമോ പരിക്കേറ്റ ആളുകളെയോ സന്ദർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുകയാണ്. ഷിനോജ്, ആരോഗ്യ കേരളം വലിയ വേദനയോടെ നടുങ്ങലോടുകൂടിയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീഴുന്നു, അവിടെ ആളുകളൊന്നുമില്ല, നമ്മുടെ മന്ത്രിമാർ തന്നെ പറയുന്നു. പിന്നീട് ഒരു സ്ത്രീയെ, അവിടെ ഒരു മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തേണ്ടി വരുന്നൊരു വല്ലാത്ത അവസ്ഥ. അവിടെ നിന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തി എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയില്ല. ഈ പരിക്കേറ്റ ആളുകളെയോ ബന്ധുവിന്റെ ബന്ധുക്കളെയോ ഒന്നും അദ്ദേഹം സന്ദർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അദ്ദേഹം വന്നങ്ങ് പോവുകയായിരുന്നു. എന്താണ് അദ്ദേഹം അവിടെ വന്നുകൊണ്ടുണ്ടായിരുന്ന ഉദ്ദേശം എന്തായിരുന്നു? പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്ന സംഭവങ്ങൾ നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. കാരണം 10:30-ക്കാണ് ഈ അപകടം നടക്കുന്നത്. 10:30-ക്ക് അപകടം നടന്ന് ഏകദേശം ഒരു അല്പസമയത്തിനുള്ളിൽ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. അതിനുശേഷം 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ മന്ത്രി വി എൻ വാസവൻ, മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുന്നു. നമുക്കറിയാം, ഒരു അപകടം നടന്നാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുന്നത് പറയുന്നത് ഒന്നുകിൽ പോലീസായിരിക്കും, അല്ലെങ്കിൽ അവർ ജനപ്രതിനിധികളായിരിക്കും. ഇവിടെ വന്ന മന്ത്രിമാരായ 2 പേരും പറയുന്നത് 3 പേർക്ക് ചെറിയ പരിക്കുണ്ട്. ആ പരിക്ക് ചെറിയ രീതിയിലുള്ള പരിക്കാണ്. അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റാർക്കും തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിൽ ഈ കെട്ടിടമെന്ന് പറയുന്നത് വലിയ കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നു. അവിടേക്ക് ആ ഭാഗത്തേക്ക് തന്നെ ആരും തന്നെ പോകാറില്ല എന്നൊരു വാദം പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി നിന്ന മറ്റ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ ഡിവൈഎഫ്ഐയുടെ സേവാഭാരതിയിലേക്ക് പ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ ഒരു ഊർജ്ജം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആദ്യഘട്ടത്തിൽ ഈ മന്ത്രിമാരുടെ പ്രതികരണം ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള രക്ഷാപ്രവർത്തനം വളരെ വളരെ സാവധാനത്തിലായി. 2 മണിക്കൂർ കഴിഞ്ഞ് 10:30-ക്ക് അപകടം നടക്കുന്നു. 12:30 ആകുന്ന സമയത്താണ് ഈ തെരച്ചിലിന് വേണ്ടി 3 ബുൾഡോസറുകൾ അവിടേക്ക് എത്തുന്നത്. ആ ബുൾഡോസറുകൾ അവിടേക്ക് എത്തി 12:30-ഓടുകൂടി തെരച്ചിൽ തുടങ്ങുന്നു. ആ സമയത്ത് ബുൾഡോസറുകൾ അവിടേക്ക് എത്തുന്ന സമയത്ത് പോലും ഇത്തരത്തിലൊരു ജീവൻ ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ഉണ്ട് എന്ന് സംബന്ധിച്ച് ഒരു ബോധവും അത്തരത്തിലൊരു അറിവും തന്നെ അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെയില്ല. ഒരുപക്ഷെ ഒരു വേഗത കൂട്ടിയിരുന്നെങ്കിൽ അല്പസമയം മുൻപ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിച്ച് പ്രവർത്തനം ഒപ്പിക്കാൻ, ഈ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ തുടങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊപ്പം നവമിയുടെ അമ്മ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നതാണ് ഒരുപക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും ചാണ്ടികുമൻ MLA 12:30-ഓടുകൂടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അവിടെ ഈ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ അമ്മയെ ഇതുവരെ കാണാനില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം 12:55-ന്, സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, 12:55-ന് അതായത് മാതൃഭൂമി ന്യൂസ് സംഘം ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് എത്തുകയാണ്. അതായത് ഈ മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എത്തി പ്രതികരണം തേടുന്ന സമയത്താണ് പോലീസ് സംവിധാനം പോലും, അതായത് പോലീസ് ഒരു 2-3 പോലീസുകാർ അവിടേക്ക് എത്തുന്നത്. അതായത് നമ്മൾ പ്രതികരണം തേടി കഴിഞ്ഞതിന് ശേഷം, അതായത് അപകടം ഉണ്ടായി 2.5 മണിക്കൂർ കഴിയുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസുകാർ പോലും ഈ കുട്ടിയുടെയും അതുപോലെ തന്നെ അച്ഛനോടൊക്കെ തന്നെ സംസാരിക്കുന്നത് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വേഗത്തിൽ തുടങ്ങാമായിരുന്നു എന്നുള്ളത്, രക്ഷാപ്രവർത്തനം തുടങ്ങാമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ എത്തി മന്ത്രിമാർ, തൊട്ടടുത്ത് തന്നെയാണ് മറ്റ് വാർഡുകളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നുള്ളത് എത്ര പെട്ടെന്ന് എങ്ങനെയാണ് പറയാനാവുക ഇത്രയും വലിയൊരു അപകടം നടക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാർക്ക് എന്നുള്ളതാണ്.